ഹായ്, എല്ലാവർക്കും കൊച്ചിക്ക ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും 5 കുസൃതി ചോദ്യങ്ങളുമായി ഞാൻ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിനു മുന്നത്തെ വീഡിയോയിൽ ചോദിച്ചിരുന്ന 5 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമതായി ഞാൻ ചോദിച്ചിരുന്നത്, ജാതി മതം നോക്കാതെ എല്ലാവരും തലകുനിക്കുന്നത് ആരുടെ മുമ്പിൽ? ജാതിയോ മതമോ നോക്കാതെ എല്ലാവരും തലകുനിക്കുന്നത് ആരുടെ മുമ്പിൽ എന്നായിരുന്നു ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിരുന്നത്. അതിന്റെ ശരിയുത്തരം വരുന്നത് ബാർബർമാരുടെ മുന്നിലാണ് നമ്മൾ തലകുനിക്കുന്നത്, അല്ലെ? അവർ ചിലപ്പോ തല ചരിച്ചു വെക്കാൻ പറയും, അല്ലെ തല ഇങ്ങനെ കുനിച്ച് വെക്കാൻ പറയും, അല്ലെ? അപ്പം അതിന്റെ ശരിയുത്തരം വരുന്നത് ബാർബർ എന്നാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിരുന്നത്, ഒരു കായിക ഇനം, ഒരു മിഠായിയുടെ പേര്, ഒരു കാറിന്റെ പേര്. ഇവ മൂന്നും ഒരേ പേരാണ്, ഏത് പേരെന്ന് പറയാമോ? അതാണ് രണ്ടാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരുന്നത്. അതിന്റെ ശരിയുത്തരം വരുന്നത് പോളോ എന്നാണ്. പോളോ എന്ന പേരുള്ള ഒരു കായിക ഇനമുണ്ട്. അതുപോലെ ഗ്യാസ് മിഠായി, നമ്മളെ പോളോയുടെ മിഠായി ഉണ്ടല്ലോ, അതുണ്ട്. പിന്നെ വോൾസ്വാഗന്റെ കാറുണ്ട്, പോളോ. അങ്ങനെ രണ്ടാമത്തെ ഉത്തരം പോളോ എന്നാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം ചോദിച്ചിരുന്നത്, ഒരു ഓടിട്ട വീട്, പക്ഷെ എത്ര ചെറിയ മഴ പെയ്താലും അത് ചോരും. എത്ര ചെറിയ മഴ പെയ്താലും അത് ചോരും, കാരണമെന്ത്? ഒരു ഓടിട്ട വീട്, പക്ഷെ എത്ര ചെറിയ മഴ പെയ്താലും അത് ചോരും, കാരണമെന്ത്? ഇതായിരുന്നു മൂന്നാമത്തെ ചോദ്യം. അതിന്റെ ശരിയുത്തരം വരുന്നത് ഒരു ഓട് മാത്രമേ ആ വീടിന് ഇട്ടിട്ടുള്ളൂ. കാരണം ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു ഓടിട്ട വീടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഒരു ഓട് മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നതാണ് ശരിയുത്തരം. ഇനി നാലാമത്തെ ചോദ്യം, എന്റെ ആകാരം ചതുരാകൃതിയിലായിരിക്കും, കൂടാതെ എന്നിൽ നീണ്ടവനും കുറിയവനും ഉണ്ടാകാറുണ്ട്. ഞാൻ നിങ്ങളുടേതാണ്, പക്ഷെ എന്റെ ഔദ്യോഗിക ഉടമസ്ഥാവകാശം മറ്റൊരു അതോറിറ്റിക്കാണ്. എന്നെ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്, ഞാൻ ആരെയും ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഞാൻ നിങ്ങൾക്കൊപ്പം ഓടാറുണ്ട് എന്ന് കരുതി നടക്കാറില്ല, എന്നാൽ കാലുകളുമില്ല. എന്റെ ആകാരം ചതുരാകൃതിയിലായിരിക്കും, കൂടാതെ എന്നിൽ നീണ്ടവനും കുറിയവനും ഉണ്ടാകാറുണ്ട്. ഞാൻ നിങ്ങളുടേതാണ്, പക്ഷെ എന്റെ ഔദ്യോഗിക ഉടമസ്ഥാവകാശം മറ്റൊരു അതോറിറ്റിക്കാണ്. എന്നെ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്, പക്ഷെ ഞാൻ ആരെയും ശ്രദ്ധിക്കാറില്ല. ഞാൻ നിങ്ങൾക്കൊപ്പം ഓടാറുണ്ട് എന്ന് കരുതി നടക്കാറില്ല, എന്നാൽ കാലുകളുമില്ല. ഇതായിരുന്നു നാലാമത്തെ ചോദ്യം ചോദിച്ചിരുന്നത്. അതിന്റെ ശരിയുത്തരം വരുന്നത് നമ്പർ പ്ലേറ്റ് എന്നാണ്. നമ്പർ പ്ലേറ്റ്, നമ്മളെ വണ്ടിയുടെയൊക്കെ നമ്പർ പ്ലേറ്റ് ഉണ്ടല്ലോ, അതാണ് അതിന്റെ ശരിയുത്തരം. എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എല്ലാവരും ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യുക. ഇനി അഞ്ചാമത്തെ ചോദ്യം ചോദിച്ചിരുന്നത്, ആളുകൾ ഏറ്റവും കുറച്ച് ഉറങ്ങുന്ന മാസം ഏതാണ്? അതാണ് ചോദിച്ചിരുന്നത്. അതിന്റെ ശരിയുത്തരം വരുന്നത് ഫെബ്രുവരി ആണ്. കാരണം ഫെബ്രുവരിയിൽ 28 ദിവസമല്ലേ ഉണ്ടാകാറുള്ളൂ. അതുകൊണ്ടാണ് ആളുകൾ ഏറ്റവും കുറച്ചുറങ്ങുന്നത് ഫെബ്രുവരിയിലാണ്. അപ്പോൾ ഞാനിവിടെ 5 ചോദ്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, അതിന്റെ ഉത്തരങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾ അയച്ച ഉത്തരങ്ങളിൽ ഏതൊക്കെ ശരിയായിട്ടുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ശരിയുത്തരം 2 ഉത്തരമെങ്കിലും ശരിയായവരുടെ പേരുകളെല്ലാം ഇവിടെ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് അടുത്ത 5 ചോദ്യങ്ങളും കൂടെ ചോദിച്ചതിന് ശേഷം നമുക്കത് നറുക്കിട്ട് അതിൽ നിന്നൊരു വിജയെ കണ്ടെത്തി അവർക്ക് സമ്മാനം കൊടുക്കാം. അതുപോലെ ഞാൻ പറഞ്ഞു, കേരളത്തിനകത്ത് കൊറിയർ നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു തരും. അതല്ല, കേരളത്തിന് പുറത്താണെങ്കിൽ ഡെലിവറി ചാർജും കൂടെ വരും. പിന്നെ വേറൊരു സമ്മാനമുള്ളത്, എല്ലാവരും നമ്മുടെ വീഡിയോയുടെ ലിങ്ക് സ്റ്റാറ്റസ് വെക്കുക. ഈ സ്റ്റാറ്റസ് വെക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ആർക്കാണോ വരുന്നത് അവർക്കും സമ്മാനം നൽകുന്നതാണ്. അത് ഈ മാസം ലാസ്റ്റ് വരെ അതിന്റെ കാലാവധിയുണ്ട്. അപ്പൊ നമുക്കിനി നമ്മുടെ അടുത്ത 5 ചോദ്യങ്ങളിലേക്ക് പോകാം. അതായത് നാളെ 6 മണിക്ക് മുന്നേ എനിക്ക് അതിന്റെ ഉത്തരങ്ങൾ അയച്ചു തരേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഇംഗ്ലീഷിലെ 2 അക്ഷരങ്ങൾക്കിടയിൽ 11 വന്നാൽ 4 അക്ഷരമുള്ള ഒരു ഇംഗ്ലീഷ് വാക്ക് കിട്ടും. ഏതാണത്? ഇംഗ്ലീഷിലെ 2 അക്ഷരങ്ങൾക്കിടയിൽ 11 വന്നാൽ 4 അക്ഷരമുള്ള ഒരു ഇംഗ്ലീഷ് വാക്ക് കിട്ടും. ഏതാണത്? അതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇതൊരു 3 അക്ഷരമാണ്. ആദ്യത്തെ 2 അക്ഷരം വെള്ളത്തിലൂടെ പോകുന്ന വസ്തു.
ആദ്യത്തെ രണ്ടക്ഷരം വെള്ളത്തിലൂടെ പോകുന്ന വസ്തു. ആദ്യത്തെയും അവസാനത്തെയും ചേർന്നാൽ ഒരു ആയുധം. മൂന്നക്ഷരവും കൂടി ചേർന്നാൽ ഒരു പാത്രമാവും. ഇതൊരു മൂന്നക്ഷരമുള്ള വാക്കാണ്. ആദ്യ രണ്ടക്ഷരം വെള്ളത്തിലൂടെ പോകുന്ന വസ്തു. ആദ്യത്തെയും അവസാനത്തെയും അക്ഷരം ചേർന്നാൽ ഒരു ആയുധം. മൂന്നക്ഷരവും കൂടി ചേർന്നാൽ ഒരു പാത്രമാവും. അത് എന്താണെന്നാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തെ ചോദ്യം വരുന്നത് ഒരു ജി 4 ടി ചേർന്ന ഇംഗ്ലീഷ് വാക്ക്. ഒരു ജി 4 ടി ചേർന്ന ഒരു ഇംഗ്ലീഷ് വാക്ക്. നാലാമത്തെ ചോദ്യം ആരെയും ഇതുവരെ ഒരു മുറിവ് പോലും ഉണ്ടാക്കിയിട്ടില്ല എങ്കിലും കൊലയാളി എന്ന പേരുദോഷം ലഭിച്ച മരം ഏത്? ആരെയും ഇതുവരെയും ഒരു മുറിവ് പോലും ഉണ്ടാക്കിയിട്ടില്ല എങ്കിലും കൊലയാളി എന്ന പേരുദോഷം ലഭിച്ച മരം ഏത്? ഇനി അഞ്ചാമത്തെ ചോദ്യം 4 അക്ഷരമുള്ള ഒരു വാക്ക്. 1ഉം 2ഉം കൂടിയാൽ ഭർത്താവ്. 1ഉം 3ഉം കൂടിയാൽ ഒരു വൃക്ഷം. 1ഉം 4ഉം കൂടിയാൽ ഇടി. 3ഉം 4ഉം കൂടിയാൽ വിഷം. 4ഉം ചേർന്നാൽ ഒരു സംഖ്യ. 4 അക്ഷരമുള്ള ഒരു വാക്ക്. 1ഉം 2ഉം കൂടിയാൽ ഭർത്താവ്. 1ഉം 3ഉം കൂടിയാൽ ഒരു വൃക്ഷം. 1ഉം 4ഉം കൂടിയാൽ ഇടി. 3ഉം 4ഉം കൂടിയാൽ വിഷം. 4ഉം ചേർന്നാൽ ഒരു സംഖ്യ. ഇതാണ് അഞ്ചാമത്തെ ചോദ്യം. അപ്പൊ 5 ചോദ്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ചോദ്യങ്ങളെല്ലാം ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇംഗ്ലീഷിലെ 2 അക്ഷരങ്ങൾക്കിടയിൽ 11 വന്നാൽ 4 അക്ഷരമുള്ള ഒരു ഇംഗ്ലീഷ് വാക്ക് കിട്ടും. ഏതാണത്? ഇംഗ്ലീഷിലെ 2 അക്ഷരങ്ങൾക്കിടയിൽ 11 വന്നാൽ 4 അക്ഷരമുള്ള ഒരു ഇംഗ്ലീഷ് വാക്ക് കിട്ടും. ഏതാണത്? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇതൊരു 3 അക്ഷരമാണ്. ആദ്യ 2 അക്ഷരം വെള്ളത്തിലൂടെ പോകുന്ന വസ്തു. ആദ്യത്തെയും അവസാനത്തെയും ചേർന്നാൽ ഒരു ആയുധം. 3 അക്ഷരവും കൂടി ചേർന്നാൽ ഒരു പാത്രമാവും. ഇനി മൂന്നാമത്തെ ചോദ്യം, ഒരു ജി 4 ടി ചേർന്ന ഒരു ഇംഗ്ലീഷ് വാക്ക്. ഒരു ജി 4 ടി ചേർന്ന ഒരു ഇംഗ്ലീഷ് വാക്ക്. ഇനി നാലാമത്തെ ചോദ്യം, ആരെയും ഇതുവരെ ഒരു മുറിവ് പോലും ഉണ്ടാക്കിയിട്ടില്ല എങ്കിലും കൊലയാളി എന്ന പേരുദോഷം ലഭിച്ച മരം ഏത്? അതാണ് നാലാമത്തെ ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം വരുന്നത്, 4 അക്ഷരമുള്ള ഒരു വാക്ക്. 1ഉം 2ഉം കൂടിയാൽ ഭർത്താവ്. 1ഉം 3ഉം കൂടിയാൽ ഒരു വൃക്ഷം. 1ഉം 4ഉം കൂടിയാൽ ഇടി. 3ഉം 4ഉം കൂടിയാൽ വിഷം. 4ഉം ചേർന്നാൽ ഒരു സംഖ്യ. ഇതാണ് അഞ്ചാമത്തെ ചോദ്യം. അപ്പൊ ഈ 5 ചോദ്യങ്ങളുടെ ഉത്തരം നാളെ 6 മണിക്ക് മുന്നേ ആയിട്ട് എനിക്ക് അയച്ചു തരിക. അതിൽ നിന്ന് നമുക്കൊരു നറുക്കിട്ട് ഒരു വിജയിയെ കണ്ടെത്തി നമുക്ക് സമ്മാനങ്ങൾ കൊടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് അതുപോലെ ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്, ആരുടെയെങ്കിലും സമ്മാനങ്ങൾ കിട്ടാനുണ്ടെങ്കിൽ എനിക്ക് എന്നെ അറിയിക്കുക. കാരണം ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കൊറിയർ ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അവിടെ സമയത്തിന് സമ്മാനം കിട്ടാൻ സാധ്യതയില്ല. ഇതിനു മുന്നേ 1-2 പേരുടെ അങ്ങനെ വന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ആരുടെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് എന്നെ പ്രത്യേകം പറയേണ്ടതാണ്. അപ്പൊ നമുക്കിനി നമ്മുടെ നറുക്കെടുപ്പിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ നറുക്കെടുപ്പിലേക്ക് എനിക്ക് ശരിയുത്തരം 2 ഉത്തരമെങ്കിലും ശരിയായവരുടെ പേരുകളൊക്കെ ഇതിനുള്ളിൽ ആക്കിയിട്ടുണ്ട്. അതുപോലെ പേര് വായിക്കണമെന്ന് പറഞ്ഞവരുടെ പേരെല്ലാം സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇജാസിന്റെ പേരുണ്ട്. കൃഷ്ണകുമാറിന്റെ പേരുണ്ട്. സജി ജോർജിന്റെ പേരുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഞാൻ എപ്പോഴും എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ നിഷയുടെ പേരുണ്ട്. അതുപോലെ നിങ്ങളുടെയൊക്കെ പേരുകൾ വായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം അത് നിങ്ങൾ അയക്കുന്ന ഉത്തരത്തിന് താഴെ വായിക്കണമെന്ന് പറഞ്ഞ് പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതാണ്. ഹാജിറ ഫാറൂഖിന്റെ പേരുണ്ട്. സിജാദിന്റെ പേരുണ്ട്. ജസ്ല ഷമീറിന്റെ പേരുണ്ട്. സ്നേഹ സജിയുടെ പേരുണ്ട്. പേര് വായിക്കണമെന്ന് പറഞ്ഞവരുടെ എല്ലാവരുടെയും പേര് ഞാനിവിടെ വായിച്ച് നമ്മുടെ ക്ലാസ്സിനുള്ളിൽ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതിൽ നിന്നൊരു
വിജയിയെ കണ്ടെത്താം. അപ്പൊ ഇതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുവാണ്. ഇന്നത്തെ വിജയി ധന്യയാണ്. ഇന്നത്തെ വിജയി ധന്യ എത്രയും പെട്ടെന്ന് അഡ്രസ്സ് കാര്യങ്ങൾ അയച്ചു തരിക. പിന്നെ ഞാൻ വീണ്ടും എടുത്തു പറയാണ്, ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട്, കേരളത്തിനകത്താണെങ്കിൽ 4 ദിവസം, ഏറ്റവും കൂടുതൽ 4 ദിവസം മതി. എന്നാലും ഒരാഴ്ച വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ആ ഒരാഴ്ചയായിട്ടും നിങ്ങളുടെ സമ്മാനങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എന്നെ അറിയിക്കേണ്ടതാണ്. അപ്പം ധന്യയാണ് ഇന്നത്തെ വിജയി. ധന്യ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് അഡ്രസ്സ് കാര്യങ്ങൾ അയച്ചു തന്ന്, ഞാൻ പറഞ്ഞു തിരുവല്ലയ്ക്ക് അകത്താണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കളക്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഞാൻ എത്തിച്ചു തരുന്നതാണ്. അതും അല്ലെങ്കിൽ ഇനി തിരുവല്ല ലൊക്കാലിറ്റിക്ക് പുറത്ത്, കേരളത്തിനകത്ത് എവിടെയായിരുന്നാലും ഫ്രീ ആയിട്ട് ഡെലിവറി ആയിരിക്കും. ഇനി കേരളത്തിന് പുറത്തേക്കാണെങ്കിൽ ചെറിയൊരു കൊറിയർ ചാർജും കൂടെ വരുന്നതാണ്. അപ്പോൾ നാളെ വീണ്ടും 5 ചോദ്യങ്ങളുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെയും എല്ലാവർക്കും ബൈ.